ഹായ് സുന്ദരീസ്! നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചക്കുട്ടിയാണല്ലോ. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു പ്രകൃതം. അതങ്ങനെ അവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരുന്നോളും. അങ്ങനെ ഒരു പൂച്ചക്കുട്ടി. അപ്പോൾ നമ്മളിപ്പോൾ പോണത് പുത്തമ്പള്ളിയുടെ അവിടെയാണ്. ഇന്ന് ക്രിസ്മസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ലൈറ്റും നല്ല ഓളായിരിക്കില്ലേ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ ക്രിസ്മസ് ടൈമിൽ, ന്യൂ ഇയർ ടൈമിൽ നമ്മൾ പുത്തമ്പള്ളിയിൽ ഇങ്ങനെ നടക്കാറുണ്ട്. ഇന്നിപ്പോൾ അമ്മയും ഞാനും എൻ്റെ അനിയനും ഉണ്ണിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പുൽക്കൂടൊക്കെ കണ്ടു. നല്ല രസമായിട്ടുണ്ടായിരുന്നു. വെറൈറ്റി പുൽക്കൂടുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാറമേക്കാവിലേക്ക് നടന്ന് വന്ന് അവിടേക്ക് ഒന്ന് തൊഴുത് പിന്നെ സെൻറ് തോമസ് റോഡിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് വെസ്റ്റ് സൈഡിൽ കയറി കേട്ടോ. വെസ്റ്റ് സൈഡിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ, ഭയങ്കര വിലയാണ്. അപ്പോൾ അതിനുള്ള വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ അവിടെ കടയിൽ ചോദിച്ചു എപ്പോഴാണ് ഇനി ഓഫർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ജാനുവരിയിൽ ഇനി ഓഫർ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഈ ഒരു ക്രിസ്മസ് കളക്ഷൻ ഇതൊക്കെ ഒന്ന് ഒരുവിധമൊക്കെ സംഗതികളൊക്കെ പോവും നല്ലതൊക്കെ. അപ്പോൾ പിന്നെ ബാക്കി വരുന്നതിൽ എന്തായാലും കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി വന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് അത്ര വേർത്തായിട്ട് തോന്നിയില്ല, പക്ഷെ മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ വെസ്റ്റ് സൈഡ് കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഓളായിട്ടുണ്ട്. പക്ഷെ ഒന്നും മേടിച്ചില്ല. വെറുതെ ഇങ്ങനെ കണ്ടു നടന്നു. അപ്പം അമ്മയ്ക്കും ഇങ്ങനെ ഇഷ്ടമാണ് കാണാനായിട്ട്. പിന്നെ എൻ്റെ അനിയൻ പിന്നെ അവിടെ ഞങ്ങളുടെ ബാഗൊക്കെ പിടിച്ച് അവിടെ നിന്നോളും. അവൻ കുറച്ച് ഗ്രീൻ ഫ്ലാഗാണ് അങ്ങനത്തെ കാര്യത്തിൽ. തല്ലൂടൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും എല്ലാത്തിനും കൂടെ നിൽക്കും. എന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ ജ്വല്ലറിയൊക്കെ നോക്കി ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ അലങ്കാറിലാണ് കേട്ടോ കയറിയത്. അവിടെ നിന്ന് നടന്ന് വന്നിട്ട് കുത്തുപൊറോട്ട നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു. ക്രിസ്മസ് അങ്ങനെ ആഘോഷിച്ചു. അതിനുശേഷം നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അണ്ടർ ഗാർമെൻറ്റ്സ് വേണമായിരുന്നു, ഷോർട്ട്സ് വേണമായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ 99 രൂപയ്ക്ക് 49 രൂപയ്ക്ക് കമ്മൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റുഡിയോയിൽ. അത് നല്ലതാണ് കേട്ടോ, അത് മേടിച്ചു വെച്ചോളൂ, നല്ലതാണ്. പിന്നെ ഔട്ട്ഫിറ്റ് നമ്മൾ ആദ്യം പോയ അത്ര കളക്ഷൻ ഇല്ല, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രസ്സിൻ്റെ ഇതൊന്നും നോക്കിയില്ല. ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ഈ പക്ക കാണുമ്പോൾ തന്നെ സ്റ്റുഡിയോ ആണെന്ന് മനസ്സിലാവുന്ന അങ്ങനത്തെ മേടിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലത്. ഇങ്ങനെ ബേസിക്സും ഇങ്ങനത്തെ നൈറ്റ് വെയർ നല്ലതാണ്. അത് 599 രൂപയ്ക്ക് പാൻറ്റും ടോപ്പും. അണ്ടർ ഗാർമെൻറ്റ്സും നല്ലതാണ് കേട്ടോ. 3 പാൻറ്റീസിന് 240 രൂപ അങ്ങനെ ഇട്ട്. ഷോർട്ട്സ് ഇത് നല്ല ഷോർട്ട്സ് ആയിരുന്നു. പിന്നെ കമ്മൽ 149 രൂപയുടെ കമ്മലായിരുന്നു. പിന്നെ ബ്രേസ്ലെറ്റ് 99 രൂപയുടെ. ഇത് മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് 2-3 മേടിച്ചു. പിന്നെ ഇത് അമ്മയ്ക്ക് ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഈ മേക്കപ്പൊക്കെ കളഞ്ഞ് അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ദിവസമായിരുന്നു. എല്ലാവരുടെയും ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു?